ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ യാത്രയായി. ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവർക്ക് വേണ്ടി ജീവിക്കും. ഇനിയിപ്പോൾ എൻ്റെ കാര്യം പറയാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് കയറി കിടക്കാനുള്ള ഒരു വീട് വേണം എന്തായാലും. പിന്നെ ഇവർക്ക് കാലാകാലം ജീവിക്കാനുള്ളൊരു. വയനാട് ജില്ലയില് മുണ്ടക്കൈ ഉരുൾപൊട്ടലില് അച്ഛനും അമ്മയും അനിയത്തിയും നഷ്ടപ്പെട്ടതാണ് ശ്രുതിക്ക്. ശ്രുതിക്ക് ആരുമില്ല. 10 വർഷമായിട്ടുള്ള പ്രണയമാണ് ജെൻസനുമായിട്ട്. ആ ജെൻസനാണ് കഴിഞ്ഞ ദിവസം കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള വെള്ളാരംകുന്നിൽ വെച്ചിട്ട് വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. എന്താ പറയാ, ഇത്രക്ക് ക്രൂരമാണ് വിധി എന്നുള്ളത്. ഇതിലും വലിയ ക്രൂരത വിധിക്കാകാൻ കഴിയൂല. ശരിക്ക് കണ്ണ് നനയിക്കുന്നതാണ് ഈ ഒരു വിധി. വിധി എന്ന് പറയാൻ പറ്റൂല. ഇത്രക്ക് ക്രൂരമായിട്ടുള്ള ഈ ഒരു എന്താ പറയാ അവസ്ഥ, ആരുമില്ലാത്ത ഒരവസ്ഥ, എല്ലാവരെയും നഷ്ടപ്പെട്ട് അവസാനം ആശ്വാസമായിട്ടുള്ള സ്വന്തം പ്രിയതമൻ കൂടെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ,